കാറ്റ് ടെൻറ്റ് കേബിൾ കണ്ടിട്ടുണ്ടോ? അതിൻ്റെ കണക്ടർ എങ്ങനെയാണ്? ഞാൻ വന്നപ്പോൾ മുതലില്ല ചെന്നായകൾ എന്നെ കൂട്ടം കൂടി അടിക്കാൻ നോക്കാം. ഇനി ഇവിടെ ഞാൻ മതി. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ കാറ്റ് ടെൻറ്റ് കേബിൾ കണക്ടർ അടിക്കുന്നത് നമുക്ക് നോക്കാം. ഇത് നല്ലൊരു ക്വാളിറ്റി ഉള്ള ഒരു കേബിളാണ്. ഈ കേബിളിൻ്റെ ഇൻസുലേഷൻ തന്നെ കളയാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. ഇതിൻ്റെ ലെയർ എല്ലാം മാറ്റിയതിന് ശേഷം നമുക്കിതിനകത്തിൽ അത് കളർ കോഡ് സെറ്റ് ചെയ്ത് ആ കളർ കോഡ് സെറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ കത്രി വെച്ച് കട്ട് ചെയ്യുന്നു. കത്രി വെച്ച് കട്ട് ചെയ്തതിന് ശേഷം ഒരു പിന്നിടുന്നു. ആ പിന്നിട്ടതിന് ശേഷം അതിനെ ലെവലാക്കിയതിന് ശേഷം നമ്മളതിനെ ലെവൽ ചെയ്ത് കട്ട് ചെയ്യണം. അത് കട്ട് ചെയ്തതിന് ശേഷം നമ്മുടെ ഒരു കണക്ടറുണ്ട്. ആ കണക്ടർ ഇതിനകത്ത് സെറ്റാക്കി വെക്കണം. നല്ല രീതിയിൽ നല്ല പ്രോപ്പറായിട്ട് സെറ്റാക്കി വെച്ചില്ലെങ്കിൽ നമുക്കതൊരു ലൂസ് കണക്ഷനായിട്ട് വരും. അതിൻ്റെ എൻഡ് കണ്ട് ഫ്രണ്ട് സൈഡിലായിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ ശ്രദ്ധിച്ച് നോക്കുക. ആ എൻഡ് വന്നതിന് ശേഷം നമ്മളിതിൻ്റെ ബാക്കിലൊരു കവറുണ്ട്. ആ കവർ ഇടുക. അതിനുശേഷം നമ്മുടെ ട്രിമ്മിങ് ടൂൾ വെച്ച് പഞ്ച് ചെയ്യുന്നു. ഇത് പഞ്ച് ചെയ്തതിന് ശേഷം നമ്മൾ നല്ല രീതിയിൽ പഞ്ച് ചെയ്തതിന് ശേഷം പഞ്ചിങ്ങിന് ഇരിക്കും നല്ല പ്രോപ്പറായിട്ട്. അതിനുശേഷം നമ്മൾ ഈ ഒരു പഞ്ചിങ്ങിൻ്റെ ശേഷം അടിക്കും. അതിനുശേഷം നമ്മുടെ ഒരു മീറ്ററുണ്ട്, ടെസ്റ്റർ മീറ്റർ. ഈ ടെസ്റ്റർ മീറ്റർ വെച്ച് നമ്മളിതിനെ ചെക്ക് ചെയ്യുന്നു. ഇതൊരു ചൈന പ്രോഡക്റ്റാണ് ഈ ടെസ്റ്റർ മീറ്റർ. ഈ ടെസ്റ്റർ മീറ്ററിനകത്ത് നമുക്ക് നമ്മുടെ ആ ഒരു കറക്റ്റ് എല്ലാം കിട്ടിയെന്നുള്ള എനിക്ക് ആ നെറ്റ്വർക്കിൻ്റെ ആ കേബിളെല്ലാം കറക്റ്റ് കിട്ടിയില്ലയാണ് ഈ റൈറ്റ് സൈഡിൽ ടിക്ക് കാണിക്കുന്നത്. അതിനുശേഷം ഈ ഒരു കേബിൾ ഇത് നല്ലൊരു ക്വാളിറ്റി ഉള്ളൊരു കേബിളാണ്, നല്ല തിക്നെസ് ഉള്ളതാണ്. ഇതിൻ്റെ കണക്ടർ ഇങ്ങനെ ഇരിക്കും. ഈ കണക്ടർ ഒരു നല്ല ക്വാളിറ്റി ഉള്ളൊരു കണക്ടറാണിത്. ഇതിനകത്തിൽ ഇതെല്ലാം ചെയ്തതിന് ശേഷം നമ്മൾ ഈ ഒരു കേബിളിൻ്റെ ഒരു സൈസ്, ഈ സൈസ് ഇത് കണ്ടോ, ഒരു ആവറേജ് ഒരു 5 mm സൈസ് വരുന്നുണ്ട്. നമ്മൾ സാധാരണയാണെങ്കിൽ അത് ഇച്ചിരി കൂടുതലാണ് വരുന്നത്. 6 പോകുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇതിൻ്റെ ഒരു തിക്നെസ് ഒരു നമ്മൾ ബെൻഡ് ചെയ്ത് നോക്കുമ്പോൾ തന്നെ നമുക്കത് ഫീൽ ചെയ്യാൻ പറ്റും. നമുക്ക് ഇതിൻ്റെ ഒരു ക്വാളിറ്റി എന്തുവാണെന്നുള്ള കാറ്റ്